ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ് വിത്ത് മീ അൻഷ. ഇന്ന് നമുക്കൊരു കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈനിലാണ് നമുക്ക് ഡ്രസ്സിലോട്ടേക്ക് കസ്റ്റമൈസേഷൻ കൊടുക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഡിസൈൻ സ്പേസിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഷെയ്ഡിലാട്ടോ കട്ട് ചെയ്യേണ്ടത്. ഒരു റെഡും പിന്നെ ബ്ലാക്കിൽ റൈറ്റിങ്സും ഹാർട്ട് ഷേപ്പ് റെഡ് കളറിലാണ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്ലാക്കിൻ്റെ അയൺ എടുത്തിട്ട് അത് കട്ട് ചെയ്യാനിടാം. ബ്ലാക്ക് കളറിലുള്ള ഡിസൈന് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റെഡ് ഹാർട്ട് ഷേപ്പും കൂടി കട്ട് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ അയൺ ഓൺ ചെയ്യുമ്പോൾ ഒരിക്കലും മിറർ ഓഫ് ചെയ്യരുത്. മിറർ ഓൺ ചെയ്തിട്ടാണ് അയൺ ഓൺ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തത് ഞാനിതുപോലെ വീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റെഡ് ഹാർട്ട് ഷേപ്പും കൂടി സൈസ് ഓക്കെ ആക്കിയിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, റെഡ് ഹാർട്ട് ഷേപ്പും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വൈറ്റ് ടീഷർട്ടിലേക്കാണ് ഞാൻ അയൺ ഓൺ ചെയ്യുന്നത്. ആദ്യം തന്നെ ബ്ലാക്ക് കളറിലുള്ള റൈറ്റിങ്സും ഒക്കെ അയൺ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ആ ഹാർട്ട് ഷേപ്പിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഹാർട്ട് വെച്ചിട്ട് നമുക്ക് ഇതും കൂടി അയൺ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് പെർമനൻറ്റ് അയൺ ഓൺ ആണ് കേട്ടോ. നമുക്ക് വാഷ് ചെയ്യാനും ഒന്നും ഒരു പ്രശ്നവുമില്ല. ഒരിക്കലും ഇത് പറഞ്ഞു പോകുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.